ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള പൊന്മാൻ എന്ന പുതിയ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കഥയുടെ അൺപ്രഡിക്റ്റബിലിറ്റി അല്ല നമ്മളെ സിനിമ കാണാൻ പിടിച്ചിരുത്തുന്നത്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹവും ജസ്റ്റിൻ മാത്യുവും ചേർന്ന് എഴുതിയിട്ടുള്ള തിരക്കഥ കേന്ദ്ര കഥാപാത്രമായ അജേഷിന്റെ സ്വഭാവത്തെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടാണ് ഡ്രാമ ബിൽഡ് ചെയ്യുന്നത്. താൻ ചെയ്യുന്ന തൊഴിലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല പേരും വിശ്വാസവും കാത്തുസൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അജേഷിനെ വളരെ റിയലായി സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് കഥയിൽ നിന്നും ഒരിക്കൽ പോലും നമ്മുടെ ശ്രദ്ധ മാറുന്നില്ല. ഇതിനൊപ്പം ബേസിൽ ജോസഫ് എന്ന നടൻ നമ്മളെ വിസ്മയിപ്പിക്കുക കൂടെ ചെയ്യുമ്പോൾ പൊന്മാൻ വളരെ മികച്ചൊരു സിനിമാ അനുഭവമായി മാറുകയാണ്. 4-5 ചെറുപ്പക്കാർ എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു താരതമ്യ പഠനമായിരിക്കില്ല. സ്റ്റെഫി എന്ന പെൺകുട്ടിയുടെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. വിവാഹ സമയത്തേക്ക് പറഞ്ഞു സ്വർണം ഒപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്റ്റെഫിയുടെ സഹോദരനായിട്ടുള്ള ബ്രൂണോ ഒരു വഴി കണ്ടെത്തുന്നു. ഒരു ഫൈനാൻസർ ഗോൾഡ് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കും. വിവാഹം കഴിയുന്ന പാടെ വിവാഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും സ്വർണത്തിന്റെ പണം ഫൈനാൻസർ എടുക്കും. ഈ ഒരു ഡീലിന്റെ നടത്തിപ്പുകാരൻ PP അജേഷാണ്. എന്നാൽ സ്റ്റെഫിയുടെ കുടുംബത്തിൽ നിന്നും ഈ ഒരു പൈസ ലഭിക്കാൻ അജേഷിന് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. തടസ്സത്തിനുള്ള കാരണങ്ങളും അത് ചാടിക്കടക്കാൻ അജേഷ് ശ്രമിക്കുന്നതുമാണ് കലാസംവിധായകനായ ജ്യോതിഷ് ശങ്കറിന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ നമ്മൾ കാണുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത, യാതൊരു ദയവുമില്ലാത്തൊരു മനുഷ്യനായിട്ട് ബേസിൽ ജോസഫിനെ ഇമാജിൻ ചെയ്യുക എന്നത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബേസിൽ ഇതുവരെ ചെയ്തിട്ടുള്ള പല സിനിമകളിലും കഥാപാത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മെച്ചുവേർഡ് ആണെങ്കിലും ബേസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതെങ്കിലും രീതിയിൽ സ്വല്പം കോമിക്കലായിരിക്കും. പൊന്മാന്റെ കേസിൽ ഈ ഒരു കോമഡിയെ ആശ്രയിക്കുന്ന സ്വഭാവം തിരക്കഥയ്ക്കില്ല. തൻ്റെ ജോലിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന തടസ്സങ്ങൾ പ്രതീക്ഷിച്ചു പോയ അജേഷ് അതിലും വലിയൊരു ഗുരുതര പ്രശ്നത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇവിടുത്തെ ഡ്രാമ. കല്യാണ പെണ്ണിൻ്റെ അമ്മ മോനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ പ്രശ്നമൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, എത്രത്തോളം വലുതാണ് പ്രശ്നം എന്ന് പറ എന്നാണ് അജേഷ് പറയുന്നത്. ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് വേറെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് തീർത്തും വ്യത്യസ്തമായ സ്വഭാവമുള്ള കഥാപാത്രങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് അജേഷിനെ മാറ്റി തിരക്കഥ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ടൈറ്റ് ആക്കുന്നുണ്ട്. അജേഷിന്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ട്രാൻസിഷൻ സിനിമ കാണിക്കുന്നതും ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ അയാൾക്ക് ബ്രൂണോ, സ്റ്റെഫി എന്നിവരോടൊക്കെയുള്ള ഇക്വേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഈ സിനിമയെ സിനിമാറ്റിക്കലി വളരെ അപ്പീലിംഗ് ആക്കുന്നത്. വളരെ ഗ്രൗണ്ടഡ് ആയി കഥയെ അവതരിപ്പിക്കാൻ ജ്യോതിഷ് ശങ്കറിന് സാധിക്കുന്നുണ്ട്. സ്റ്റൈലൈസ് ചെയ്യാനോ വിഷ്വൽ ഗിമ്മിക്കുകൾക്ക് പുറകെ പോകാനോ ശ്രമിക്കാത്ത സാനു ജോൺ വർഗീസിന്റെ സിനിമാറ്റോഗ്രാഫി ആ കാര്യത്തിൽ സംവിധായകനെ സഹായിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അജേഷ് ആരാണെന്ന് കാണിക്കാൻ വേണ്ടി സിനിമ ചെറുതായിട്ടൊന്ന് വഴിമാറി സഞ്ചരിക്കുമ്പോഴാണ് അയാളുടെ തോറ്റുകൊടുക്കാൻ സമ്മതിക്കാത്ത സ്വഭാവത്തിന്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അജേഷിന്റെയും അജേഷിനെ വഞ്ചിച്ചവരുടെയും ഒക്കെ സാഹചര്യങ്ങൾ വലുതായിട്ട് മെലോഡ്രാമ ഒന്നും കുത്തിക്കയറ്റാതെ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് ആ ഭാഗത്ത് സാധിക്കുന്നുണ്ട്. പാട്ടുകൾ മികച്ചതായിരുന്നു. അവ ഒട്ടും അരോചകമാവാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസിന്റെ പശ്ചാത്തല സംഗീതവും മികച്ച രീതിയിൽ സീനുകളിലെ ഡ്രാമയെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. PP അജേഷായി വന്നിട്ടുള്ള ബേസിൽ ജോസഫ് തന്നെയാണ് ഈ സിനിമയിലെ താരം. പൊന്മാന്റെ ടീസർ എടുത്തു നോക്കിയാൽ അതിൽ സജിൻ ഗോപു അവതരിപ്പിച്ച മരിയാനോ എന്ന കഥാപാത്രത്തോട് കൊല്ലുന്നുണ്ടെങ്കിൽ ചത്തു എന്ന് ഉറപ്പിക്കണം, ഇല്ലെങ്കിൽ താൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് അജേഷ് പറയുന്ന ഒരു സീനുണ്ട്. സിനിമയിൽ ഈ സീന് വരുന്ന ഒരു ഘട്ടമാകുമ്പോഴേക്കും അജേഷിനെ നമ്മൾ ഒരു കോമഡി കഥാപാത്രമായിട്ടാവില്ല കാണുന്നത്. ആനന്ദ് മന്മഥനും ബേസിലുമുള്ള രണ്ടാം പകുതിയിലെ ലോഡ്ജ് സീക്വൻസിൽ ബേസിൽ ചെയ്ത മോണലോഗ് പെർഫോമൻസ് അതിഗംഭീരമായതുകൊണ്ട് എഡിറ്റർ നിതിൻ രാജ് ആരോടിന് ആനന്ദ് മന്മഥന്റെ റിയാക്ഷൻ ഷോട്ടിലേക്ക് അധികം പോകേണ്ടി വരുന്നില്ല. ഫിസിക്കലി അജേഷിന്റെ 2 ഇരട്ടിയുള്ള മരിയാനോയുടെ അടുത്തേക്ക് തട്ടിക്കയറാൻ അജേഷ് പോകുന്നത് കോമഡി ആവാതിരുന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ബേസിലിന്റെ പെർഫോമൻസിന്റെ വിജയം. ശരീരഭാഷ കൊണ്ടും മിതത്വം കൊണ്ടും പേടിപ്പിക്കുന്ന എന്നാൽ വളരെ റിയൽ ആയിട്ടുള്ള ഒരു ക്രൂര കഥാപാത്രമായി മരിയാനോയെ മാറ്റാൻ സജിൻ ഗോപുവിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റെഫി കടന്നു പോകുന്ന ഇമോഷണൽ ഷിഫ്റ്റുകൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ലിജോ മോളിന് സാധിച്ചിട്ടുണ്ട്. ആനന്ദ് മന്മഥന്റെ പെർഫോമൻസ് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മികച്ചതാവുന്നുണ്ട്. തുടക്കത്തിലെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ളതുകൊണ്ട് അത് പ്രകടനത്തെയും ബാധിക്കുന്നുണ്ട്. സ്റ്റെഫിയുടെ അമ്മയുടെ വേഷത്തിൽ വന്നിട്ടുള്ള സന്ധ്യ രാജേന്ദ്രന് നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ലഭിച്ചത്. ചാടിക്കടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ കേന്ദ്ര കഥാപാത്രം എങ്ങനെ തരണം ചെയ്യുമെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മാർഗങ്ങളിലൂടെ അയാൾ മുന്നോട്ട് പോകുന്നത് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷണൽ ത്രില്ലറാണ് ഒരർത്ഥത്തിൽ സ്ത്രീധനത്തെ വിമർശിക്കുന്ന ഈ ഒരു സിനിമ. അജേഷ് ആരാണെന്ന് നമ്മൾക്ക് കാണിച്ചു തരാൻ ഈ ഒരു ഇൻസിഡന്റിന്റെ പുറത്തേക്ക് അധികം പോകാതെ ഒരു നല്ല ഡ്രാമയായും മികച്ചൊരു ക്യാരക്ടർ സ്റ്റഡിയായും മാറാൻ പൊന്മാനിന് ഒരേ സമയം സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു പൊന്മാനിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കോണ്ടന്റ് കാണുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുക. താങ്ക്